ഈ വീഡിയോയുടെ ആദ്യ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അത് കണ്ടാലേ നിങ്ങൾക്കിത് പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ. അതിലാണ് കാഞ്ചിയും ലോക്കൊക്കെ വെട്ടിയെടുക്കുന്നത് കാണിച്ചിട്ടുള്ളത്. അതിൽ കവർ ചെയ്യണതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്ക്രീനായ ആ വീഡിയോയും കൊടുക്കാം. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് ഈ വീഡിയോ കാണാനാണ് നല്ലത്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പം ഇനി നമുക്ക് പുതിയ കവർ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ കവറ് എത്ര വീതി വേണം, നീളം വേണം ഒക്കെ നോക്കണ്ടേ. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു പേപ്പർ എടുക്കുക, ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ വരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കാഞ്ചി ഇങ്ങനെ വയ്ക്കുക, ഏകദേശം ഉണ്ടാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക, ഏര വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് ഉള്ളിൽ എങ്ങനെയാണ് കാഞ്ചി വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വരിക കേട്ടോ, ഇങ്ങനെ വരിക. അപ്പോൾ നമുക്ക് ചട്ടയുടെ അതായത് കവറിൻ്റെ ഇതിലൊരു ഹോൾ വേണം, പിന്നെ സ്പ്രിങ് വരും. ഇവിടെ ഈ ഹോളിൽ സ്പ്രിങ് വരും. ഇത് ഇങ്ങോട്ട് ഇങ്ങനെ വലിച്ചിടുക ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ട് സ്പ്രിങ് വലിച്ചിടാനുള്ള സ്ഥലം ഏകദേശം ഒരു ഉദ്ദേശം നമുക്ക് ഇത്രയും സ്ഥലം ഇവിടെ കൊടുക്കാം. സ്പ്രിങ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇത് കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങോട്ടുള്ള വീതി, അപ്പോൾ സ്പ്രിങ് ഇവിടെ വരണേ. അപ്പോൾ ഏകദേശം ഇതിലായിട്ട് നമുക്ക് ഇത്രയും എടുക്കാം വീതി. നീളം നമ്മൾ ഈ സ്പ്രിങ്ങിനെ ഇവിടെ ഇടാനുള്ള സ്ഥലം കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ഇതിലായിട്ട് കൊടുക്കാം. ഇത്ര മതി കണ്ട. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ വരും. പിന്നെ വരുന്നത് കാഞ്ചീര ഇത്രയും ഭാഗം താഴത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ട, ഇത്രയാണ് വരുന്നത് കാണാല്ലേ. ഇങ്ങനെ വരിക കവറ്. അപ്പം നമ്മൾ ഈ കവറ് വരച്ചത് ഒരു ഭാഗമായിട്ടുള്ളൂ, 2 ഭാഗം വേണ്ട. അപ്പം 2 ഭാഗത്തിന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് എന്തൊരു ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വര കഴിഞ്ഞ് നേരെ ഈ കവറിനെ നമ്മൾ 4 ഇഞ്ചാണല്ലോ ഈ ഏരോ ഇതിൽ വെച്ച് കൊടുക്കുക. ഇതിൽ വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങോട്ട് മടക്കുക കേട്ടോ, ഇങ്ങോട്ട് മടക്കുക. ഈ വരയുടെ ഇതിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വരിക. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരിക. അപ്പോൾ ആ സ്ഥലം അവിടെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ കട്ട് ചെയ്യുക. അതേപോലെ ഇവിടെ വരണം നോക്കുക. ഇവിടെ ഇതിലായിട്ടാണ് വരണത് കേട്ടോ, ഇതിലിങ്ങനെ വരച്ചു കൊടുക്കുക. ഇപ്പോൾ തലക്കാലം ഞാനൊരു വരച്ചെടുത്തിട്ടുണ്ട്. വെട്ടിയെടുക്കുമ്പോൾ നല്ല ക്ലിയറായി വെട്ടിയെടുത്താൽ മതി. ഞാൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് കട ഇതിൻ്റെ ഉള്ളിൽ കവറ് കാഞ്ചിങ്ങനെ വരും കട, ഇങ്ങനെ വരാം. ഇപ്പോൾ ഇത് വെട്ടിയെടുക്കാം. ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് പിടിച്ചെടുക്കുക. ഇത് വെട്ടിയെടുക്കുക. എടുക്കുന്നുണ്ട് കണ്ട. ഇതാണ് വരുന്നത് കവർ കണ്ട. ഇത്രയും വേണം. ഇത്രയും പോകുന്ന ഒരു പീസാണ് നമ്മൾ വെട്ടിയെടുക്കേണ്ടത്. തകിടിൻ്റെ പീസ് ഇത്ര പോകുന്ന നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട് കണ്ട. ഇതിൻ്റെ ഉള്ളിൽ ഏരോ വരും കണ്ട, ഇങ്ങനെ വരിക. ഇതിൻ്റെ ഉള്ളിൽ എല്ലാം വരും. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരും. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇത് വരും കേട്ടോ. ചട്ട കവറ് വെട്ടി എടുത്തിട്ടുണ്ട് കണ്ട, വെട്ടി മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഹോളുകൾ ഇടണം. അപ്പോൾ ഹോളടിയാൻ വേണ്ടിയിട്ട് പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഉള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ വയ്ക്കണ്ടേ. അപ്പോൾ ഈ പീസ് ഇവിടെ വരിക കേട്ടോ, ഇതിലായിട്ട് വരിക. ഇത് ഇങ്ങനെയും വരും. നമ്മൾ ഈ പീസ് വെച്ച് കൊടുക്കുന്നത് ഇതിലാണ്. ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ നന്നായി ശ്രദ്ധിക്കുക. ഇതിങ്ങോട്ട് വീഴുമ്പോൾ ഈ ഭാഗം ഇവിടെ തട്ടാൻ പാടില്ല.
അപ്പോൾ അതനുസരിച്ചിട്ട് വേണം വയ്ക്കാൻ. കടാ ഇതിൽ വെച്ച് ഇങ്ങനെ വീഴുമ്പോൾ തട്ടില്ല. കടാ ഇതിലായിട്ട് വെച്ച് കൊടുക്കണ. അപ്പോൾ ഇവിടെ നിന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് തുളയ്ക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇതിലായിട്ടാണ് ഹോൾ വരണത്. അപ്പോൾ ആ ഹോൾ ഇട്ട് കൊടുക്കാം. ഇതിലിങ്ങനെ വരും. കണ്ടാ കണ്ടാ ഇത് വരിക. ഇനി ഇതിൽ വരും. ഇതിൻ്റെ ഹോള് ഇവിടെ വെച്ചിട്ട് ഇതിലായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിൽ പഞ്ച് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലായിട്ട് ഹോള് വരണത്. അതിൽ ഹോളിട്ട് കൊടുക്കുക. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ ആ ഹോളടിച്ച് നമ്മൾ രണ്ടും ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സ്പ്രിങ്ങിനുള്ള ഹോളടിക്കണം. സ്പ്രിങ് ഇവിടെ വലിച്ചിടാനുള്ളത് ഇവിടെ ആയിട്ട് ഹോൾ കൊടുക്കണം. നമ്മളിതിൽ സ്പ്രിങ് ഇട്ടിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ സ്പ്രിങ്. ഞാൻ ഇതിൽ സ്പ്രിങ് ഇടട്ടെ കേട്ടോ. സ്പ്രിങ് ഇട്ടെടുത്തിട്ട് ഇനി എവിടെ ഹോൾ വരണ്ടേന്ന് നോക്കട്ടെ. കുറച്ച് ഇതായിട്ട് കൊടുക്കാം. ഇവിടെയായിട്ട് വരണത് കേട്ടോ. ഇതായിട്ട് ഹോൾ കൊടുക്കാം. പോരണം സ്പ്രിങ്ങിന്. ഇതിങ്ങനെ വരും. സ്പ്രിങ് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുള്ള കാരണമാണ് ഉള്ളിലേക്ക് ആകുമ്പോൾ കറക്റ്റായി കിടക്കുന്നത്. ഇവിടെ തട്ടുണ്ട്. ഇത് കാരണം ഉള്ളിലാകുമ്പോൾ കറക്റ്റായി കയറി കിടക്കണ്ട. ഇങ്ങനെ വരും. നമുക്കിനി അത് ഉള്ളിലേക്ക് ഇടാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ തുളയ്ക്കണതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇങ്ങനെ വരാം. ഇത് ഉള്ളിലേക്ക് ഇനി ഇട്ട് കൊടുക്കണം. ഇവിടെ വയ്ക്കുക. ഈ ഹോളിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടാ വയ്ക്കുക. നല്ല തള്ളി കൊടുക്കുന്നത്. ഹോൾ വരുമ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടാ. പിന്നത്തെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ സ്പ്രിങ് ഇട്ട് കൊടുക്കുക. അതിന് കണ്ടാ അതിലിട്ടു കഴിഞ്ഞ് ഇങ്ങനെ വരാം. ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. ഓക്കെ. കണ്ടാ ഇങ്ങനെ നിൽക്കും. ഇനി രണ്ട് ഹോൾ കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനാണ് വേണ്ട. ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. കണ്ടാ രണ്ട് ഹോൾ കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. അതായത് ഈ കാഞ്ചി ഇങ്ങോട്ട് പോകാണ്ടിരിക്കാൻ ഇതിലൊരു തട കൂടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ കണ്ടാ ഇങ്ങോട്ട് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. മനസ്സിലായില്ലേ? ഇവിടെ ഒരു ഹോൾ ഉണ്ട് വരും. ഇതിലൊരു ഹോൾ ഉണ്ട് വരും. ഈ കാഞ്ചി ഇങ്ങോട്ട് പോകാണ്ടിരിക്കാൻ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ റിവീറ്റ് പോലെ പാണില വെക്കണം. ആണി തന്നെ റിവീറ്റ് പോലെ അടിച്ച് വെക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കേടാ ആണിനെ പുറത്തേക്ക് നിൽക്കണ ഇവിടെ ഇവിടെ ആയിട്ട് കട്ട് ചെയ്യുന്നത് കേടാ. ഇതിലായിട്ട് അതിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേടാ. അതിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആണീനെ കേടാ. ചെറിയ പീസാക്കിയിട്ട്
ഇതടുത്ത് എന്തൊരു ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. ആണി കണ്ട, ഈ ആണീനെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് പുറത്തുനിന്ന് ചുറ്റി വെച്ച് അടിച്ചു കൊടുക്കാം. മെല്ലെ ചതച്ചു കൊടുക്കുക. അത് റിവീറ്റായി ചതഞ്ഞവളൊക്കെ എടുക്കും. അത് ചതഞ്ഞവളൊക്കെ ഇടുന്നു. കളാരി അതേപോലെ ഇവിടെ ഒരെണ്ണം നിർത്തിയിട്ട് കണ്ട ചതച്ചിട്ട് നിർത്തിയില്ല. ഇത് ബാക്ക് ഭാഗം ഇതാണ്. ഇത് രണ്ടും കട്ട് ചെയ്ത് ചെയ്യണം. ഇനി ഇത് കട്ട് ചെയ്ത് ചെയ്തിട്ട് കാണിച്ചിടാം ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ കാഞ്ചീരപ്പണി ഫുള്ളായി കഴിഞ്ഞിട്ട് നമ്മൾ കടാ ഇതിങ്ങനെ അടിച്ചെടുത്തു. കടാ പുറത്ത് കണ്ട ആണിനാണ് അത് കട്ട് ചെയ്തിട്ട് അടിച്ച് പരത്തിയിട്ടുള്ളതാ. ഇങ്ങനെയാവും, അത് റിവീറ്റ് പോലെയാവും. കടാ നമ്മുടെ കാഞ്ചി എന്നിങ്ങനെ പിടിച്ചിട്ട് ഇതിനുള്ളിൽ ലോഡ് ചെയ്യുക. കണ്ട ഈ പൊഴി ഭാഗം കറക്റ്റ് താഴേക്ക് വരിക. ഇതിൽ വന്നിട്ട് കടാ ലോഡായി ഇതെങ്ങനെ വലിച്ചാലും പോവില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ കടാ ഇതിൽ തട്ടി കൊടുത്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ വിട്ട് പോരും. കടാ അപ്പം ഇനി ഇത് നമ്മൾ ഇവിടെ ഇതിലിങ്ങനെയൊക്കെ തള്ളി കൊടുക്കുക. കടാ ലോഡായി. ഇതെങ്ങനെ വലിച്ചാലും ഇത് വിട്ട് പോവില്ല. ഇനി കാഞ്ചി വലിക്കുക. ഞാൻ അവിടെ കാഞ്ചി വലിക്കേണ്ടി കണ്ട അടിയിൽ വരലുകൊണ്ട് ഞാൻ വലിക്കേണ്ടി അല്ല വിട്ട് പോന്നു. ഇതിൽ വെച്ച് തള്ള സൗണ്ട് കേട്ടോ കയറി കിടക്കണം. എൻ്റെ അത് ഉള്ളോടനെ അന്ന് ഇവിടെ അടിയിൽ കാഞ്ചി വലിക്കേണ്ടി വരലുണ്ട് കണ്ട വലിച്ച് വിട്ടു പോന്നു. നന്നായി കുറച്ച് തള്ളി കൊടുക്കാം. കേട്ടോ കയറി ലോടായി. എൻ്റെ അടിയിലത്തെ വരലുണ്ട് ഞാനിവിടെ കാഞ്ചി വലിക്കേണ്ടി വിട്ടു പോന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് പറയാറില്ല, പക്ഷേ ഇത് ഷെയർ ചെയ്യാൻ പറയാണ് നിങ്ങളുടെ അടുത്ത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.